Hello, good afternoon. Screen okay അല്ലേ? Okay. Voice clear ആണല്ലോ അല്ലേ? Okay. Just wait ചെയ്യാം. എല്ലാവരും ഒന്ന് വേഗം ജോയിൻ ചെയ്യണേ.
Okay, so let's start the class. So this is our last topic, okay? System boot is the last topic of first module, okay? So audible ആണല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. സോ എന്താണ് നമ്മൾ ഓൾറെഡി ഇപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഡിസൈൻ ചെയ്തു, ഓക്കെ? അപ്പോൾ ഡിസൈൻ ചെയ്ത് വെച്ചു, പക്ഷെ ഇനി എന്ത് ചെയ്യണം? ഹാർഡ്വെയർ ഷുഡ് നോ അല്ലേ? ഹാർഡ്വെയറിന് അറിയില്ല, ഓക്കെ? ഹാർഡ്വെയറിന് അറിയില്ല. സോ ഹാർഡ്വെയർ ഷുഡ് നോ വേർ ഇസ് ദ കേർണൽ, ഓക്കെ? അത് ഹാർഡ്വെയറിന് അറിയണം. അപ്പോൾ the procedure of starting a program by loading the kernel, okay, is known as the booting. എന്താണ്? ഒ എസ് ഡിസൈൻ ചെയ്തു, ഹാർഡ്വെയർ ഉണ്ട്, ഹാർഡ്വെയറിന് കേർണൽ എവിടെയാണെന്ന് അറിയില്ല, സോ അത് പറഞ്ഞു കൊടുക്കണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൂട്ടിംഗ്. ഓക്കെ, പ്രൊസീജിയർ ഓഫ് സ്റ്റാർട്ടിങ് എ കമ്പ്യൂട്ടർ ബൈ ലോഡിംഗ് ദ കേർണൽ. എവിടെയാ ലോഡ് ചെയ്യുക? മെമ്മറിയിൽ. ഓക്കെ, ലോഡിംഗ് ദ കേർണൽ ടു മെമ്മറി, മെയിൻ മെമ്മറി, ഇസ് നോൺ ആസ് ബൂട്ടിംഗ്. ഓക്കെ, സോ ബൂട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ റോം, റീഡ് ഓൺലി മെമ്മറിയിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്സ് ബൂട്ടിംഗ് പ്രോസസ്. ഓക്കെ, ആൻഡ് ദർ ആർ ടു ടൈപ്സ് ഓഫ് ബൂട്ടിംഗ്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ബൂട്ടിംഗ്. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, ഓക്കെ, ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പവർ ഓഫ് ചെയ്തിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ലോഡ് ചെയ്ത് വരുന്നതാണ് അല്ലേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ബാക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ്, ഇപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ വിൻഡോസിൻ്റെ ലോഗോ വെച്ചിട്ടുള്ള മെയിൻ സ്ക്രീൻ, ഡെസ്ക്ടോപ്പ് സ്ക്രീൻ വരുന്നുണ്ടല്ലോ, അതാണ് കോൾഡ് ബൂട്ടിംഗ്. ഇനി നമ്മൾ ഒരു സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നിട്ടുണ്ട്? ഇതുപോലെ ഡെസ്ക്ടോപ്പ് സ്ക്രീൻ ഓപ്പൺ ആവുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വാം ബൂട്ടിംഗ്. ഓക്കെ, പവർ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഓൺ ആവുകയാണെങ്കിൽ കോൾഡ് ബൂട്ടിങ്ങും, അതുപോലെ റീസ്റ്റാർട്ട് ചെയ്യുവാന്നിട്ട് സിസ്റ്റം ഓൺ ആക്കുവാണെങ്കിൽ നമ്മൾ വാം ബൂട്ടിംഗ് എന്ന് പറയും. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ്, നമുക്ക് സ്റ്റെപ്സ് അറിയണം അല്ലേ? ഫസ്റ്റ് എന്താണ്, എങ്ങനെയാണ് ബൂട്ടിംഗ് നടക്കുന്നത്? ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും? സി പി യു ഓൺ ആക്കും. ഓക്കെ, യു ഫസ്റ്റ് ടേൺ ഓൺ ദ സി പി യു. സോ അറ്റ് ദാറ്റ് ടൈം എന്താണ്, ഒരു സിഗ്നൽ, ഈ ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്തു, ട്രിഗർ ചെയ്തു. ഓക്കെ, അപ്പോൾ സി പി യു എന്ത് ചെയ്യും? സി പി യു എൻ്റെ ക്ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് സി പി യു എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ റോമിൽ പോയിട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, സി പി യുവിനോട് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രീ ഡിഫൈൻഡ് മെമ്മറി ലൊക്കേഷൻ സി പി യുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ. ഓക്കെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, വർക്ക് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോസ് ആണ്. ഓക്കെ, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ബയോസ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബയോസ് എന്നുള്ള പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറിയിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ പോവും. അപ്പോൾ റോമിൻ്റെ അഡ്രസ്സ് കിട്ടി. ഓക്കെ, അത് ഇൻബിൽട്ട് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസൈൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? റൂമിൽ പോവും. റൂമിൽ പോയിട്ട് ഫസ്റ്റ് സിസ്റ്റം ചെയ്യുന്ന കാര്യം പോസ്റ്റ് ആണ്. പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഓക്കെ, പോസ്റ്റ് ആണ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പോസ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മുടെ എല്ലാ ഡിവൈസസും, ഓക്കെ, ബാറ്ററി ഫെയിലിയർ ചെക്ക് ചെയ്യും. ഓക്കെ, സി പി യു ഇനീഷ്യലൈസേഷൻ ചെയ്യും. ഓക്കെ, ഹാർഡ്വെയർ ഡിവൈസസ്, സെക്കൻഡറി ഡിവൈസസ്, പോർട്ട്, ഇതൊക്കെ എന്താണ് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് പോസ്റ്റ് ടെസ്റ്റ്, പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ചെയ്യും. അതായത് എല്ലാ ഡിവൈസും നമ്മൾ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്ത് ഡിവൈസസ് ആണെങ്കിലും, വെദർ ഇറ്റ് ഇസ് ഹാർഡ്വെയർ, സെക്കൻഡറി ഡിവൈസസ് ആൻഡ് ബാറ്ററി ആൻഡ് എവറിത്തിങ് വർക്ക്സ് പ്രോപ്പർലി, അത് ചെക്ക് ചെയ്യും. അതാണ് പോസ്റ്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ടെസ്റ്റ് നടക്കും. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ടെസ്റ്റിന്റെ റിസൾട്ട് എന്തായിരിക്കും? എവറിത്തിങ് ഈസ് ഓക്കെ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ബയോസ് പ്രോഗ്രാം എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യും. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസ്കിലൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, ഡിസ്കിലാവാം. അതുപോലെ ഇപ്പം സ്മോൾ ഡിവൈസസ് ആണെങ്കിൽ, നമ്മുടെ സെല്ലുലാർ ഫോൺ ആണ്, അല്ലെങ്കിൽ ചെറിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ അത് റോമിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, യു ക്യാൻ പ്ലേസ് ഇറ്റ് ഇൻ റോം ഇറ്റ് സെൽഫ്. ബട്ട് ഇഫ് യുവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാവ് ബിഗ് ഫങ്ഷനാലിറ്റി, കുറച്ച് വലിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ നോർമലി എന്താണ് സെക്കൻഡറി സ്റ്റോറേജിൽ കീപ്പ് ചെയ്യും. അതർവൈസ് ഏതെങ്കിലും ഹാർഡ് ഡിസ്ക് കാര്യങ്ങളിലൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാം. അവിടുന്ന് നമുക്ക് ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യണം. സോ അതിൻ്റെ പ്രോഗ്രാം വർക്ക് ചെയ്യും. ഓക്കെ, ബയോസ് എന്ത് ചെയ്യും? അതിൻ്റെ ബൂട്ട് റെക്കോർഡ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബൂട്ട് റെക്കോർഡിലാണ് നോക്കിയിട്ടാണ്
എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ ലോഡ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇനീഷ്യലൈസ് ചെയ്യും, അതിന്റെ കാര്യങ്ങളൊക്കെ മെയിൻ മെമ്മറിയിൽ വെക്കും. ഓക്കെ, എന്നിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻ മെമ്മറിയിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ഫോണിൽ നമ്മുടെ ഡിവൈസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ, റണ്ണിങ് സ്റ്റേറ്റിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ബയോസ് എന്ത് ചെയ്യും, പോസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബയോസ് ബൂട്ട് റെക്കോർഡ് ചെക്ക് ചെയ്യും. ബൂട്ട് റെക്കോർഡിൽ എന്തുണ്ടാവും, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണെന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഡിസ്കിലാണെങ്കിൽ ഡിസ്ക് പോയിട്ട് എന്ത് ചെയ്യും, ഫെച്ച് ചെയ്തെടുക്കും. അല്ല റൂമിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ യു ക്യാൻ ഫെച്ച് ഇറ്റ് ഫ്രം റൂം ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനീഷ്യലൈസേഷനും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള കൺട്രോൾ ആർക്കായിരിക്കും, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനായിരിക്കും. ഓക്കെ, എന്നിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, ഡിവൈസ് ഡ്രൈവേഴ്സ്, നമ്മുടെ ഡിവൈസുമായിട്ട് ഐ ടോൾഡ് നമ്മുടെ ഡിവൈസുമായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ടാവും. സോ ഡിവൈസ് ഡ്രൈവേഴ്സും, അപ്പോൾ ഓരോ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഡിവൈസ് ഡ്രൈവർ ഉണ്ട്. സോ ആ ഡിവൈസ് ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെക്ക് ചെയ്യും. ഓക്കെ, അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സിസ്റ്റം ശരിക്കും ഓൺ ആയിട്ട് വരുന്നത്. വിൻഡോസ്, ഇപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ വിൻഡോസിന്റെ ആ സ്ക്രീൻ നമുക്ക് വരുന്നത്. ഓക്കെ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇത്രയും പ്രോസസ്സ് ബൂട്ടിംഗ് നടക്കുന്നുണ്ട്. ബൂട്ടിംഗ് നടന്ന് ഒ എസ് കറക്റ്റായി ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, സ്ക്രീനിൽ വരും. എന്നിട്ട് യൂസേഴ്സിന് എന്ത് ചെയ്യാം, സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് എക്സിക്യൂഷൻ മോഡ് അല്ലെങ്കിൽ റണ്ണിങ് മോഡിലോട്ട് ആവുന്നത്. ഓക്കെ, ഇതാണ് എന്ത്, ബൂട്ടിംഗ് പ്രോസസ്സ്. ഓക്കെ, ഇപ്പോൾ ബയോസ് പ്രോഗ്രാം ആണ്, ഇതിൽ ബൂട്ട് ലോഡർ ആണ് വർക്ക് ചെയ്യുക. അവരാണ് കേർണലിനെ ലോഡ് ചെയ്യുക. കേർണലിനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻ മെമ്മറിയിൽ വരും. മെയിൻ മെമ്മറിയിൽ വന്നു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഇൻ എക്സിക്യൂഷൻ മോഡ്. ഓക്കെ, ബട്ട് അതിന് മുന്നേ സി പി ഓൺ ചെയ്ത് കഴിഞ്ഞ പാട് നമുക്ക് നോക്കേണ്ടത് എന്താണ്, റോമിൽ പോയിട്ട് ചെക്ക് ചെയ്യണം. റൂമിൽ പോയിട്ടാണ് ബയോസ് നോക്കുന്നത്, ബയോസ് ചെക്ക് ചെയ്യും. എന്നിട്ട് അവിടെ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ആണ് ഫസ്റ്റ് നടക്കുന്നത്. പവർ ഓൺ പോസ്റ്റ് കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒ എസിനെ ലോഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ നോർമലി ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ നോർമലി അത് സെക്കൻഡറി സ്റ്റോറേജിലൊക്കെയാണ് സേവ് ചെയ്തിട്ടുണ്ടാവുക. അല്ല ഇപ്പം നമ്മളെ ഫോണ് സ്മോൾ ഡിവൈസസിന്റെ കേസിലൊക്കെ ആണെങ്കിൽ യു ക്യാൻ സേവ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ റൂം ഇറ്റ് സെൽഫ്. ഓക്കെ, ഇനി റോമിന് പകരം റോം എന്താണ് ഹൈലി കോസ്റ്റ്ലി ആണ്. നമുക്ക് റോമിന് പകരം സംടൈംസ് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ റോം റീഡ് ഓൺലി മെമ്മറിയാണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും, റോമിന് പകരം ഇ പ്രോം യൂസ് ചെയ്യും. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി യൂസ് ചെയ്യും. ഓക്കെ, അത് വൺസ് യു ക്യാൻ റൈറ്റ് ഇൻ ദാറ്റ്. ഓക്കെ, പ്രോം ആവാം ഇ പ്രോം ആവാം. ഓക്കെ, നോർമലി ഈ റോമിനെ നമ്മൾ ഫേംവെയർ എന്നാണ് പറയാം. ഓക്കെ, ഫേംവെയർ FIRMWARE ഫേംവെയർ എന്നാണ് പറയാ. ഓക്കെ, ബിക്കോസ് ഫേംവെയർ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെയും ഇടയിലാണ് ഫേംവെയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. സോ അത് നമുക്ക് ഫേംവെയർ എന്ന് ക്ലാസിഫൈ ചെയ്യാം റോമിനെ. ഓക്കെ, അപ്പോൾ നമ്മൾ വിൻഡോസ് ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ നോർമലി ദേ ആർ സ്റ്റോർഡ് ഇൻ ഡിസ്ക് ആയിരിക്കും. കാരണം ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് മാക് ഒക്കെ. സോ അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് മെമ്മറി വേണ്ടി വരും, സൈസ് കൂടുതലായിരിക്കും. സോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഓൺ ദ ഡിസ്ക്. ഓക്കെ, അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് എന്ത് ചെയ്യും, ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ലൊക്കേഷൻ ഡിസ്ക് പോയിട്ട് അവിടുന്ന് ഫിക്സഡ് ലൊക്കേഷന് അത്രയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസ് മുഴുവൻ എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുഴുവനായിട്ട് ബ്ലോക്ക് ആയിട്ട് മെമ്മറിയിലോട്ട് കോപ്പി ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, പവർ ഡൗൺ ആയി. അപ്പോൾ സിസ്റ്റം ബോട്ടിംഗ് ക്ലിയർ ആണോ, എല്ലാവർക്കും ക്ലിയർ ആണോ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആണോ, ഇപ്പൊ PPT ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ മാം. ഓക്കെ, ബൂട്ടിംഗ് ക്ലിയർ ആണല്ലോ? എനി ഡൗട്ട്? ക്ലിയർ. ഓക്കെ, സോ
അതോടെ ദിസ് ഇസ് ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ഫസ്റ്റ് മോഡ്യൂൾ. ഓക്കെ, നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. PPT നോക്കുക. PPT മാത്രം എന്താ പറയാ, യെസ് അർപ്പിത് ചോദിച്ചോളൂ. ബൂട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഒരു 3 മാർക്സ് ഒക്കെ വരുള്ളൂ. ബിക്കോസ് തിയറി അല്ലേ. ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് അതിന്റെ വാട്ട് ഈസ് ബൂട്ടിങ് ചോദിക്കുക. ഓക്കെ, ടൈപ്സ് യു ക്യാൻ റൈറ്റ് ആൻഡ് സ്റ്റെപ്സ് എഴുതുക. സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇത്രയും എലോബറേറ്റ് ഞാൻ പോയിന്റ് ബൈ സൈഡ് എഴുതിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജസ്റ്റ് ഒന്നുമില്ല, ബയോസ്, പോസ്റ്റ്, ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്താന്ന് പറയാ. ഓക്കെ, എങ്ങനെയാണ് OS ലോഡ് ചെയ്യുന്നത്, ഡിസ്ക് എന്നാവാം, എവിടെന്നാ വെച്ചാൽ പറയാം. ഓക്കെ, ദെൻ ദിസ് ഫിഗർ, ഈ ഫിഗർ വരച്ചോളൂ. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ദയർ ഇൻ യുവർ ടെക്സ്റ്റ്, ബട്ട് ഈ ഒരു ഫിഗർ വരച്ചോളൂ. എന്തിന്റെ കൂടെയും ഫിഗേഴ്സ് ഉള്ളത് നല്ലതാണ്. 3 or 4 മാർക്സ് അതിനൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. സോ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം, ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചോളൂ. നോട്ട്സിന്റെ കൂടെ ഞാൻ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ചെക്ക് ദാറ്റ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ലൈഡ്സ് കുറേ ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിഗേഴ്സ് ഒക്കെ വരുന്നത് കൊണ്ടാണ് സ്ലൈഡ്സിന്റെ കൗണ്ട് കൂടുതലാണ്. നോട്ട് വെച്ചിട്ട് പഠിക്കുക. പിന്നെ ഇമേജസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ലൈഡ് നോക്കുക. സ്ലൈഡ്സിലെ പോയിന്റ് എക്സാംസിന് സ്ലൈഡ് പോയിന്റ് വൈസ് ആക്കിയിട്ട് എഴുതാൻ പാടില്ല. ഓക്കെ, നോർമലി 3 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്, ഫസ്റ്റ് മോഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് OS ഫങ്ഷൻസ്, OS സർവീസസ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലിസ്റ്റ് ചെയ്യാൻ ചോദിച്ചാലും എന്ത് ചെയ്യണം, നിങ്ങൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കണം. ഓക്കെ, മാർക്കിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫങ്ഷൻസ് എഴുതാം. ഓക്കെ, കുറഞ്ഞു പോകരുത്. ഇഫ് ഇറ്റ് ഇസ് ഫോർ 4 മാർക്സ് യു ക്യാൻ റൈറ്റ് അപ് ടു 6 പോയിന്റ്സ്, ബട്ട് ലെസ് ദാൻ 4 ആവാൻ പാടില്ല. ഓക്കെ, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മോഡ്സ്, ഡ്വൽ മോഡ് ഓപ്പറേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂസർ മോഡും കേർണൽ മോഡും വിത്ത് ഫിഗർ. ഓക്കെ, കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റ്സിൽ ഞാൻ പറഞ്ഞു, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, ബട്ട് പ്രീവിയസ് ആയിട്ടുള്ള സിലബസിൽ ഉണ്ടായിരുന്നു. സോ അതിൽ പിയർ ടു പിയറും ക്ലയന്റ് സെർവറും ആണ് പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ. പിയർ ടു പിയർ കമ്പ്യൂട്ടിംഗ് ആൻഡ് ക്ലയന്റ് സെർവർ കമ്പ്യൂട്ടിംഗ് ആണ് പ്രീവിയസ്ലി ആസ്ഡ് വൺ. ഓക്കെ, പിന്നെ സിമെട്രിക് ആൻഡ് അസിമെട്രിക്, ഡിഫറൻസ് ബിറ്റ്വീൻ സിമെട്രിക് ആൻഡ് അസിമെട്രിക്. ഓക്കെ, ദാറ്റ് വാസ് പ്രീവിയസ്ലി ആസ്ഡ് വൺ. പിന്നെ സിസ്റ്റം കോൾസ്, വാട്ട് ഈസ് സിസ്റ്റം കോൾ, സിസ്റ്റം കോൾ എന്താന്ന് ഒരു 3 മാർക്സിന് ചോദിക്കാം വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, പിന്നെ സിസ്റ്റം കോൾസിന്റെ ടൈപ്സ് ഉണ്ടല്ലോ, ആ ടൈപ്സ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സിസ്റ്റം കോൾ ഫോർ പ്രോസസ് മാനേജ്മെന്റ് എന്താണ്, ഇല്ലുസ്ട്രേറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സിസ്റ്റം പ്രോഗ്രാംസ് വന്നിട്ട് ഈ പറഞ്ഞ പോലെ കറണ്ട് സിലബസിൽ ഇല്ല, ബട്ട് ഞാൻ പഠിപ്പിക്കാൻ കാരണം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടില്ല, ബട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇനി അത് മിസ്സാവണ്ട എന്നുള്ളത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചാപ്റ്ററിൽ വന്നതുകൊണ്ടാണ് സിസ്റ്റം പ്രോഗ്രാംസ് എടുത്തത്. ഓക്കെ, ദെൻ OS ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഇസ് ജസ്റ്റ് എ തിയറി പാർട്ട്. പിന്നെ ചോദിച്ചതാണ് OS സ്ട്രക്ചർ. അതിൽ യു നോ 4 സ്ട്രക്ചേഴ്സ് ഉണ്ട്. 4 സ്ട്രക്ചേഴ്സിൽ ഐദർ ജനറൽ ആയിട്ട് OS സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കാം, അതർവൈസ് എന്താണ് എനി ടു, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എനി ടു. ഓക്കെ, അല്ലെങ്കിൽ അവർ നെയിം എടുത്ത് പറഞ്ഞിട്ട് എഴുതാൻ പറയും. ഓക്കെ, എക്സ്പ്ലെയിൻ മൈക്രോ കേർണൽ അപ്രോച്ച്, എക്സ്പ്ലെയിൻ വൈ മോഡുലാർ അപ്രോച്ച് ഈസ് ബെറ്റർ ദാൻ ലെയേർഡ് അപ്രോച്ച്. അങ്ങനെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ മോഡുലാറിന്റെ അഡ്വാൻറ്റേജ് പഠിച്ചു വെക്കണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ വൈ മോഡുലാർ അപ്രോച്ച് ഈസ് ബെറ്റർ കമ്പയർഡ് ടു ലെയേർഡ് ഓർ മോണോലിത്തിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം, മോഡുലാർ അപ്രോച്ച് എന്താണ് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ദെൻ ഹൈലൈറ്റ് ദറ്റ് അഡ്വാൻറ്റേജസ്, മോഡുലാറിന്റെ അപ്രോച്ച് എൻ്റെ അഡ്വാൻറ്റേജസ് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താണ് ബെറ്റർ എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഡിഫറൻസ് കാണിക്കണം, എഴുതിയിരിക്കണം. അല്ലാതെ രണ്ട് അപ്രോച്ചും ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് മാർക്ക്. മനസ്സിലായല്ലോ, രണ്ടും ഡിസ്ക്രൈബ് ചെയ്യുക ആൻഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ, ക്ലിയർ ആണോ?
ഓക്കെ, ഞാൻ Yes, ma'am. ഒഡിബിൾ Okay. അല്ലേ? ഒഡിബിൾ അല്ലേ? പറയണേ, കാരണം എനിക്കിവിടെ പവർ ഇല്ല. അതുകൊണ്ടൊന്ന് ഇൻ കേസ് വോയിസ് കട്ട് ആവുകയാണെങ്കിൽ പറയണം. Okay. ഓക്കെ, ജസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ പഠിക്കുക. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഒരു ഫിഗർ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സ്റ്റാറ്റിക് വ്യൂ ഓഫ് സിസ്റ്റം കമ്പോണൻസ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയാണ് വരുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എബവ് ആൻഡ് ബിലോ എന്തൊക്കെയാണുള്ളത്. ഓക്കെ, അതിന്റെ സ്റ്റാറ്റിക് വ്യൂവും ഡൈനാമിക് വ്യൂവും അത് ചോദിക്കാം വേണമെങ്കിൽ. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വ്യൂ എന്താണെന്നുള്ളത്. ഓക്കെ, സോ അത് പഠിച്ചു വെക്കുക. ഹൗ ദ ഇന്ററാക്ഷൻസ്, ഡൈനാമിക് എന്ന് പറയുമ്പോൾ ഇന്ററാക്ഷൻസ് അവിടെ കാണിക്കണം. ദാറ്റ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ എറോ മാർക്സ്. ഓക്കെ, ഇന്ററാക്ഷൻസ് കാണിക്കണം. അതാണ് ഡൈനാമിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹൗ ദ ഔട്ട്പുട്ട് ഇസ് ഒബ്റ്റെയിൻഡ് ടു ദ യൂസർ, അതാണ് ഡൈനാമിക്കിൽ പറയുന്നത്. ദെൻ ഒ എസ് എന്തൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഫങ്ഷൻസ് ആക്കിയിട്ടൊക്കെ പറയുന്നത്. ഇത് ടെക്സ്റ്റിന്റെ ബേസിൽ പറഞ്ഞതാണ്. ഡെഫിനിഷൻ ഓഫ് ഒ എസ് പറയാം. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ഈ പാർട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഡിസ്ക് കൺട്രോളേഴ്സ്, USB കൺട്രോളേഴ്സ് ഒക്കെ വെച്ചിട്ട്. പിന്നെ ഇന്ററപ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഇന്ററപ്റ്റ് ഡ്രിവൺ ആണെന്ന് പറഞ്ഞു അല്ലെ. ഒരു ട്രാപ്പ് വന്നിട്ട് വർക്ക് ചെയ്യുന്ന മോഡലാണ് എന്ന് പറഞ്ഞു. പിന്നെ സ്ട്രക്ചർ, സ്റ്റോറേജ് സ്ട്രക്ചർ, ജസ്റ്റ് ഹൈറാർക്കി ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സ്റ്റോറേജ് സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വെക്കുക. ഏറ്റവും ടോപ്പിൽ ഏതാണ്, ഏറ്റവും ബിലോ ഏതാണെന്ന് നോക്കി വെക്കുക. ദെൻ ക്യാഷ് എന്താണ്, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ക്യാഷ്. ഓക്കെ, ഫാസ്റ്റ് ആക്സസിങ്. ഓക്കെ, ഫാസ്റ്റ് ആക്സസിങ്ങിനാണ് നമ്മൾ ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. CPU-നെ ഇൻക്ലൂഡ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെമ്മറീനെ ആക്സസ് ചെയ്യണം. ഒരു ഡിവൈസിന് മെമ്മറീനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CPU-ന്റെ എടുക്കുന്ന പെർമിഷൻ വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. ഓക്കെ, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബിക്കോസ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പേപ്പർ. ബട്ട് സ്റ്റിൽ നമ്മുടെ ടെക്സ്റ്റിൽ കവർ ചെയ്തത് കൊണ്ട് ഞാൻ അത് കൂടെ പറയാണ്. സോ എന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫിഗറും, എല്ലാത്തിൻ്റെയും ഫിഗർ മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഓക്കെ, എന്താ ദിസ് ഇസ് ദ ഫിഗർ DMA. ഓക്കെ, CPU DMA ജസ്റ്റ് പെർമിഷൻ കണക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഇവർക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ത്രൂ ഡാറ്റ ബസ് ദേ ക്യാൻ കണക്ട് മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിന്ന് DMA വഴി ഡാറ്റ പാസ് ചെയ്യാം. അതും ബോത്ത് വേസ്, ബൈ ഡയറക്ഷനിലാണ്. തിരിച്ചങ്ങോട്ടും പാസ് ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യാം, വിത്തൗട്ട് CPU ഇന്റർവെൻഷൻ. ഓക്കെ, ബട്ട് CPU അറിയും. DMA റിക്വസ്റ്റ് ആദ്യം CPU-നാണ് കൊടുക്കുക. CPU അത് ഓക്കെ യു ക്യാൻ യൂസ് ദ ബസ് എന്നുള്ള ഒരു സിഗ്നൽ കൊടുത്താൽ മാത്രമേ DMA-ക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇത് ചോദിച്ചിട്ടുണ്ട്. സിംഗിൾ പ്രോസസർ ആൻഡ് മൾട്ടി പ്രോസസർ, ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ പ്രോസസർ സിസ്റ്റം ആൻഡ് മൾട്ടി പ്രോസസർ സിസ്റ്റം. ഓക്കെ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടി പ്രോസസർ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. എന്താണ്, ഇൻക്രീസ്ഡ് ത്രൂപുട്ട് ആണ്, എക്കണോമി ഓഫ് സ്കെയിൽ, ഇൻക്രീസ്ഡ് റിലയബിലിറ്റി. ഓക്കെ, അതാണ് മൾട്ടി പ്രോസസർ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ അസിമെട്രിക്കും സിമെട്രിക്കും ഇതും ചോദിച്ചതാണ്. മാർക്ക് ചെയ്ത് വെച്ചോളൂ. അസിമെട്രിക് ആൻഡ് സിമെട്രിക് പ്രോസസ്സിംഗ്, മൾട്ടി പ്രോസസ്സിംഗ് ചോദിച്ചതാണ്. സോ അതെന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞതെങ്കിൽ യു ഹാവ് ടു നോ ദ പോയിന്റ്സ് ആൻഡ് ഫിഗർ. ഓക്കെ, സിമെട്രിക് ആണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയാണ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും കറസ്പോണ്ടിങ് രജിസ്റ്റേഴ്സും ഉണ്ടാവും, മെമ്മറിയും ഉണ്ടാവും. ഓക്കെ, എല്ലാവരും ഒരു ഇൻഡിവിജ്വൽ, എല്ലാവരും എല്ലാ ടാസ്കും ചെയ്യും. അതാണ് സിമെട്രിക്കൽ. ഓക്കെ, നോ പ്രിഫറൻസ്, ഒരാൾ മാസ്റ്റർ ഒരാൾ സ്ലേവ് അങ്ങനെയില്ല. ഓൾ കമ്പോണൻസ്, ഓക്കെ, എല്ലാ കമ്പോണൻസും എന്താണ് ഈക്വൽ ആയിട്ട് ദേ പെർഫോം ഓൾ ദ ടാസ്ക്. ബട്ട് അസിമെട്രിക്കിന്റെ കേസിലാണെങ്കിൽ ദർ വിൽ ബി വൺ മാസ്റ്റർ ആൻഡ് ദ അതർ ഡിവൈസസ് വിൽ ബി, ദ അതർ സിസ്റ്റം വിൽ ബി സ്ലേവ് ആയിരിക്കും. മാസ്റ്റർ സ്ലേവ് എന്നുള്ള മൾട്ടി പ്രോസസ്സിംഗ് കേസിൽ മാസ്റ്റർ ആണ് എന്ത് ചെയ്യുക, സ്ലേവിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ പ്രോസസ്സും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് മാസ്റ്റർ ആയിരിക്കും. ഇനി ഈ പ്രോസസ്സ് എന്താണ്, പ്രോഗ്രാം എന്താണെന്നൊക്കെ ഉള്ളത് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് ഡെപ്തിൽ പഠിക്കാം. ഓക്കെ, പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ആണ് പ്രോസസ്സ്. നമ്മൾ പ്രോഗ്രാം നമുക്ക് മെയിൻ മെമ്മറിയിൽ വെക്കാം, സെക്കൻഡറി സ്റ്റോറേജിലൊക്കെ കീപ്പ് ചെയ്യാം. ഓക്കെ, വെൻ ദേ ആർ ഇൻ എക്സിക്യൂഷൻ സ്റ്റേറ്റ്, നിങ്ങളൊരു പ്രോഗ്രാം വർക്ക് ചെയ്യുവാണെങ്കിൽ then that program is called as process. Program in execution, അതാണ് പ്രോസസ്സിന്റെ ഡെഫിനിഷൻ. അത് നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. കംപ്ലീറ്റ് പ്രോസസ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആൻഡ് യു ഹാവ് സം പ്രോബ്ലംസ്, ഷെഡ്യൂളിംഗ് അൽഗോരിതം പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ പറയാം.
ദെൻ ഡുവൽ കോർ ഡിസൈൻ, മൾട്ടി കോറും ഡുവൽ കോർ. ഒരു ജസ്റ്റ് ഒരു പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ എന്താ, ഒരു കോറാണ്, അതായത് വർക്ക് ചെയ്യണ ഒരു കോർ. ദെൻ ഡുവൽ കോർ എന്ന് പറയുമ്പോൾ എന്താ, പ്രൊസസ്സറിന് രണ്ട് കോർ, രണ്ട് ഫംഗ്ഷനാലിറ്റി ആക്കിയിട്ട് മാറ്റി. അതുപോലെ 4 ഫംഗ്ഷനാലിറ്റി, 4 ചിപ്പ്, 4 വർക്കിംഗ് ചിപ്പ് ആക്കി മാറ്റും, അത് ക്വാഡ് കോർ. ഓക്കെ, നമ്മുടെ ഫോൺ നോക്കിയാൽ അറിയാം നമുക്ക് ഒക്ടറ്റും അതുപോലെ ക്വാഡും ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ഡിസൈൻ. കമ്പ്യൂട്ടേഷൻ കുറച്ചും കൂടെ ഫാസ്റ്റർ ആക്കാനും എഫിഷ്യൻ്റ് ആക്കാനാണ് ഈ നമ്മൾ കോഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ ക്ലസ്റ്റേർഡ് സിസ്റ്റം, ജസ്റ്റ് പഠിച്ചു വെക്കുക ക്ലസ്റ്റേർഡ് എന്താണെന്ന്. ലാർജ് സ്റ്റോറേജ് നെറ്റ്വർക്ക് ഉണ്ടാവും. ഓക്കെ, ദെൻ OS സ്ട്രക്ചർ. OS സ്ട്രക്ചറിൽ ടൈം ഷെയറിംഗ് ചോദിച്ചിട്ടുണ്ട്. ടൈം ഷെയറിംഗ് എന്താണ്, മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, അത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. മൾട്ടി പ്രോഗ്രാമിംഗ് മോർ ദാൻ 1 ജോബ്സ് ഉണ്ടാവും. ഓക്കെ, മോർ ദാൻ 1 പ്രോഗ്രാംസ് ഉണ്ടാവും, അത് CPU-ന് എക്സിക്യൂട്ട് ചെയ്യണം. സോ നോർമലി 1 by 1 ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. സോ മൾട്ടി പ്രോഗ്രാമിന്റെ കേസിൽ ആ ജോബ്സ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അതിന് ഷെഡ്യൂൾ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെക്ക് ചെയ്യണം. അതുപോലെ ടൈം ഷെയറിംഗ് എന്നുള്ള കേസും. ഓക്കെ, ടൈം ഷെയറിംഗ് നമുക്ക് അവിടെ റെസ്പോൺസ് ടൈം എന്നുള്ള കേസ് വരും, അതായത് യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കേസാണ് ടൈം ഷെയറിംഗിൽ പറയുന്നത്. സോ അവിടെയും എന്തിനു വേണ്ടി വരും, ഷെഡ്യൂളിംഗ് വേണ്ടി വരും. ഓക്കെ, ജസ്റ്റ് അത് പഠിക്കുക. OS ഓപ്പറേഷനിൽ ഇന്ററപ്റ്റ് ഡ്രിവൺ ആണ്, ഐ ഹാവ് ഓൾറെഡി ടോൾഡ്. ഇന്ററപ്റ്റ് ആണ്, ഡ്രിവൺ ആണ്. പിന്നെ അതുപോലെ ഡുവൽ മോഡ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യൂസർ മോഡും കേർണൽ മോഡും, അതെങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, യൂസിങ് മോഡ് ബിറ്റ്. ഓക്കെ, എനിബഡി യൂസർ മോഡിന്റെ വാല്യൂ എന്തായിരുന്നു, യൂസർ മോഡിന്റെ വാല്യൂ എന്താണ്, എനിബഡി? യൂസർ മോഡ് ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ യൂസർ മോഡിന്റെ വാല്യൂ എന്താണ്, മോഡ് ബിറ്റ് എന്താണ് വാല്യൂ, എനിബഡി? ഐശ്വര്യ, അഖിൽ? 1. മോഡ് ബിറ്റ് 1 ആണ്. കേർണൽ ലെവലിലാണെങ്കിൽ മോഡ് ബിറ്റ് എന്തായിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യണേ, കേർണൽ ലെവലിലാണെങ്കിൽ 0. ഓക്കെ, സോ ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. Then functions of OS, you have to study the functions of OS. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ ഫിഗേഴ്സ് പഠിക്കുക. അതുപോലെ സർവീസസിന്റെ കോമൺ ആയിട്ടുള്ള ഒരു ഫിഗർ ആണിത്. ഓക്കെ, കോമൺ ഫിഗർ ആണ്, അതിൽ എല്ലാ സർവീസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫിഗർ പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇൻഡിവിജ്വലി, യു ക്യാൻ റൈറ്റ് ഓൾ ദ പോയിന്റ്സ്. ഓക്കെ, ഇതാണ് കോമൺ ആയിട്ട് OSന്റെ ഫങ്ഷൻസ് പറയുന്നത്. അതിൽ 1 by 1 ആണ് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചത്. ദെൻ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റിൽ ട്രഡീഷണൽ നമുക്കറിയാം, മൊബൈൽ അറിയാം, ഡിസ്ട്രിബ്യൂട്ടഡ് അറിയാം, കുറേ സിസ്റ്റത്തിന് ഇന്റർകണക്ട് ചെയ്തതാണ് ഡിസ്ട്രിബ്യൂട്ടഡ്, വേർഡ് മീനിങ് പോലെ. ദെൻ ക്ലയന്റ് സെർവർ, ഇത് ചോദിച്ചിട്ടുണ്ട്, ക്ലയന്റ് സെർവർ ചോദിച്ചിട്ടുണ്ട് വിത്ത് ഫിഗർ. അതുപോലെ പിയർ ടു പിയർ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഫിഗറും പഠിക്കുക, പിയർ ടു പിയർ കമ്പ്യൂട്ടിംഗ്. ദെൻ സിസ്റ്റം കോൾസ് എന്താണെന്ന് ഡെഫിനിഷൻ പഠിക്കുക. ഓക്കെ, ഈ ഫിഗർ, സെക്കൻഡ് ഫിഗർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എങ്ങനെയാണ് ഇന്റർഫേസ് വരുന്നത്, എങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ വരുന്നത്, ഒരു ടേബിൾ വഴിയാന്ന് പറഞ്ഞു അല്ലേ. ടേബിൾ ഈസ് മെയിൻറ്റെയിൻഡ് വിത്ത് എ നമ്പർ, ഒരു ഇൻഡെക്സ്ഡ് ആണ്, ഒരു നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കോളിനെയും മാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇംപ്ലിമെന്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പാരാമീറ്റർ പാസിംഗ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 3 മെത്തേഡ്സിൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം, അതും അതിൻ്റെ ഫിഗറും. ഓക്കെ, രജിസ്റ്റർ വഴി, പിന്നെ മെമ്മറിന്റെ കേസ്, ദെൻ സ്റ്റാക്ക്, 3 വഴി നമുക്ക് എന്ത് ചെയ്യാം, പാരാമീറ്ററിനെ പാസ് ചെയ്യാം. ദെൻ ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ് പഠിച്ചു വെക്കുക. അതിൽ പ്രോസസ് കൺട്രോളിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വാട്ട് ആർ സിസ്റ്റം കോൾസ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ ഓഫ് എനി സിസ്റ്റം കോൾസ് ഓഫ് പ്രോസസ് കൺട്രോൾ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോർക്കോ എക്സിറ്റോ ഇങ്ങനെ എഴുതിയാൽ മതി, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. ഓക്കെ, അത് നിങ്ങൾക്ക് ലാബ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും സിസ്റ്റം കോൾസ്. അപ്പോൾ നിങ്ങൾക്ക് ഫോർക്ക് എന്താണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഫോർക്ക് എന്താണ്, എക്സിറ്റ് എന്താണ്, വെയിറ്റ് എന്താണെന്ന് നോട്ട് ചെയ്താൽ മതി. അതുപോലെ ബാക്കിയുള്ളതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കാൻ പറ്റുന്നത്. മേ ബി യുനിക്സിൻ്റെ ആവും നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. സോ ഇത് പഠിച്ചോളൂ. ഓക്കെ, സിസ്റ്റം പ്രോഗ്രാംസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, മാറാൻ പാടില്ല. ഓക്കെ, സിസ്റ്റം കോളും സിസ്റ്റം പ്രോഗ്രാം തമ്മിൽ മാറിപ്പോകരുത്. ഇംപ്ലിമെന്റേഷൻ തിയറിയാണ്.
ദെൻ സ്ട്രക്ചർ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ 4 ടൈപ്പ് സ്ട്രക്ചർ. മോണോലിത്തിക് എന്താണ് ബേസ് ആയിട്ടുള്ള ഫസ്റ്റ് MS ഡോസ് ആയിരുന്നു എക്സാമ്പിൾ. ഓക്കെ, അതെന്തായിരുന്നു പറഞ്ഞ പ്രോബ്ലം, താഴോട്ടുള്ള ലെയറിലോട്ട് കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് ക്രാഷ് വരാൻ ഈസിയാണ്. ഓക്കെ, പിന്നെ യുനിക്സിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള യുനിക്സിന്റെ സ്ട്രക്ചർ കുറെ ഫംഗ്ഷനാലിറ്റി കേർണൽ ലെവലിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ബേർഡൻ ആണ്. പിന്നെ ലെയേർഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലെയേർഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. ഹാർഡ്വെയർ ലെവലിന്റെ മുകളിൽ ഓരോ ഫംഗ്ഷൻസും ഓരോ ലെയർ ആക്കി കൊടുത്തു. അപ്പോഴും ലെയർ ഡിസൈൻ ഈസ് എ ഇമ്പോർട്ടൻറ്റ് കൺസേൺ. ഓക്കെ, ലെയേഴ്സിന്റെ ഫംഗ്ഷനാലിറ്റി കൊടുക്കുന്ന ലെയറിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കേർണലിനെ റെഡ്യൂസ് ചെയ്തു, മൈക്രോ ആക്കി മാറ്റി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് മാത്രം കൊടുത്തു. മെസ്സേജ് പാസിംഗ്, ഈ ഫിഗർ കാണുമ്പോൾ തന്നെ ഓർത്തോളൂ, 2 മോഡ്സ് ഉണ്ടാവും, യൂസർ മോഡ്, കേർണൽ മോഡ്, മെസ്സേജ് പാസിംഗ്. ഓക്കെ, എല്ലാം മെസ്സേജ് പാസിംഗ് എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു ഫാക്ടർ അവിടെ കൊണ്ടുവന്നു. ദെൻ മോഡ്യൂൾസ് എന്താണ്, ഒരു കോർ പാർട്ട് ഉണ്ടാവും. സോളാരിസ് ആണ് എക്സാമ്പിൾ. കോർ പാർട്ട് ഉണ്ടാവും. ദ അതർ മോഡ്യൂൾസ് ക്യാൻ ബി ഡൈനാമിക്കലി ലോഡഡ്. ഓക്കെ, ഓൺ ഡിമാൻഡ്, ആവശ്യമുള്ളപ്പോൾ ലോഡ് ചെയ്യാം. അതുപോലെ മോഡ്യൂൾസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ മെസ്സേജ് പാസിംഗ് അല്ല, മോഡ്യൂൾസ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷൻ കോളൊക്കെ പോലെ മോഡ്യൂൾസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ലാസ്റ്റ് ടോപ്പിക് ഇസ് സിസ്റ്റം ബൂട്ട്. ഓക്കെ, ഇതാണ് ഓവറോൾ ആയിട്ട് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കേണ്ടത്. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേ. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാവരും ബോയ്സ് എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അരുൺദത്ത്, ഹൃദുൽ, ജരീഷ്, ലിഖിത്, സാലിഹ്, ഷഫീഖ്, നബീൽ, റാസി, പ്രിൻസ്, നിവേദ്യ, നന്ദ, രോഹിത്, സിസ്ഹാജ്, സെജൽ, തനുശ്രീ, യാദവ്, അനീഷ്, എല്ലാവരും ഓക്കെ ആണല്ലോ? എല്ലാവരും ഇത് പഠിക്കുക. നെക്സ്റ്റ് നമുക്കൊരു അസൈൻമെന്റ് അവർ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു യൂണിറ്റ് ടെസ്റ്റ്, ഒരു 10 മാർക്സിൻ്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ഇത് ഫുൾ തിയറി ആയതുകൊണ്ട് മറന്നു പോകും. അപ്പോൾ ജസ്റ്റ് ഒരു 10 മാർക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യനോ മറ്റോ തന്നിട്ട് നമുക്കൊരു എക്സാം കണ്ടക്ട് ചെയ്യാം, യൂണിറ്റ് ടെസ്റ്റ് പോലെ. ഓക്കെ, എപ്പോഴാണോ അസൈൻമെന്റ് അവർ വരുന്നത് ആ ടൈമിൽ നോക്കാം. ഓക്കെ, പിന്നെ പഠിക്കാൻ പിന്നത് ഫസ്റ്റ് ലാബിന്റെ കേസിൽ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാത്ത ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. മുന്നേയുള്ള അസൈൻമെന്റ് എക്സ്പെരിമെന്റ് അപ്ലോഡ് ചെയ്യാത്ത ആൾക്കാർ കോൺടാക്ട് ചെയ്യുക. പിന്നെ യെസ്റ്റർഡേ തന്നതിൻ്റെ അകത്ത് ഫെമിലറൈസേഷൻ ഓഫ് ഷെൽ പ്രോഗ്രാമിങ് ആ എക്സ്പെരിമെന്റ് നമ്പർ സെക്കൻഡിന്റെ കൂടെ തന്നെ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്തോളൂ, അറ്റാച്ച് ചെയ്തിട്ട് കേട്ടോ. തിയറി പ്ലസ് ആ എക്സ്പെരിമെന്റ് ഒരുമിച്ചാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. ഇതുവരെ സബ്മിറ്റ് ചെയ്യാത്തവർ എന്തായാലും എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഓക്കെ, 3 പേരാണുള്ളത്. സോ 3 പേര് കോൺടാക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നന്നായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഫുള്ളായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് പോർഷൻസ് അങ്ങ് പഠിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് കുറച്ച് നല്ലൊരു മൊഡ്യൂളാണ്. നമുക്ക് അൽഗോരിതം ഒക്കെ ഉണ്ട്. ആ അൽഗോരിതം അതേപോലെ ചോദിക്കും, എക്സാമിന് പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കും. സോ ഒരു പ്രോബ്ലം പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ പ്രോബ്ലംസും ചെയ്യാം. 3 അൽഗോരിതംസ് ആണുള്ളത്. സോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സെക്കൻഡ് മോഡ്യൂളിൽ. ഓക്കെ, സോ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആശിഷ്, അഭിനവ്, അഭിഷേക്, ആദിത്യ, ഐശ്വര്യ, അഖിൽ CV, അഖിൽ K, അമൽ, ഓക്കെ, അമിന, അനീന, അനിരുദ്ധ്, അഞ്ജിത. അനിരുദ്ധ് ആബ്സെന്റ് ആണോ? അനിരുദ്ധ് ഓക്കെ. അഞ്ജിത ഓക്കെ. അനൂജ, അനുപമ, ആരോമൽ, അർപ്പിത്, അരുൺദത്ത്, അശ്വിൻ ആബ്സെന്റാ? ഓക്കെ. ഫസ്ന, ഫാത്തിമ ത്രംഷദ, ഋതുൽ, ജരീഷ്, ഖദീജ, ഷിറിൻ, ലിഖിത്, മറിയം ലിയാന, മിഥുൻ മോഹൻ, നാസിഫ്, റാസി, മിൻഹാജ്, ഓക്കെ, നിഹാൽ, സാലി,
ഷഫീഖ്, നബീൽ, ഓക്കെ, നന്ദ, നന്ദിത, നിവേദ്യ, നൂഹ, പ്രിൻസ്, ഋഷികേശ്, ഋഷ്വിൻ, ഋഷ്വിൻ ഉണ്ടോ? ഓക്കെ, ഋതിക്, ഋതിക് ആബ്സെന്റാ, രോഹിത്, രോഹിത്, സഫീൽ, സങ്കീർത്തന, സങ്കീർത്തന, ഓക്കെ, സാരംഗ്, സെജൽ, സെവിൻ, ഷബിൻ, സിസാജ്, തനുശ്രീ, തേജ, തുളസി, വൈഷ്ണവി, വിഷ്ണു, വൈഷ്ണ, യാദവ്, അനീഷ്, അനീഷ്, ഓക്കെ, അമൽ, അമൽ രവീന്ദ്രൻ, ഓക്കെ. സോ ആബ്സെന്റ് ഈസ് അനിരുദ്ധ് ആൻഡ് ഋതിക്. രണ്ടുപേരും ഇല്ലല്ലോ? ഓക്കെ, സോ താങ്ക് യു.